ഇസ്താംബുൾ പോവുകയാണെങ്കിൽ അവിടുത്തെ ചീസ് കേക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്ന് അനൂപ് ചേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. എന്നാൽ പിന്നെ നമുക്കും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് കരുതും. അങ്ങനെ ഒരു അഡാർ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അവിടുത്തെ ആംബിയൻസ് തന്നെ നമ്മളെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. ആദ്യം തന്നെ കഴിക്കാൻ ഞങ്ങൾ ഓർഡർ ചെയ്ത 2 കാര്യങ്ങളായിരുന്നു. ഒന്ന് ബക്ലാവയും ഒന്ന് ചീസ് കേക്കും. വെറും ചീസ് കേക്ക് അല്ല, സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഇനി നമ്മളെങ്ങാനും വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വന്ന് ഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്ത് തരും. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐസ്ക്രീം ബക്ലാവ. हुसन तेरा तौबा 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 सोनिए नी अख तेरी थी फायर अगर देखदी नी എന്നോട് ഫസ്റ്റ് കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ ഫ്രെഡിയോട് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഉള്ളതുള്ളതുപോലെ തന്നെ പറയുന്നത് കൊണ്ട് ആ റിയാക്ഷൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഓക്കെ ഇത് നല്ലതായിരിക്കും. ഇനി ക്ഷമയില്ല, ഞാനും കഴിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം. പക്ഷെ ചില വീഡിയോയിലൊക്കെ ഞാൻ കാണാറുണ്ട് ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇസ്താംബുൾ വരിക അല്ലെങ്കിൽ തുർക്കിയിൽ വരിക എന്നൊക്കെ. പക്ഷെ അതിനും മാത്രമൊന്നുമില്ല. പക്ഷെ വന്നാൽ ട്രൈ ചെയ്യുക, അത് തന്നെ. കാരണം ഇവിടെ കേക്ക് മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. പുറത്ത് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കാം ഈ ഐസ്ക്രീം ബക്ലാവ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നി. എന്തായാലും ഞാനും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാതെ പോകില്ല. ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞവർക്കും ഇനിയും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ശരി, ബൈ ബൈ.